ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗി മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്ക് ഇന്ന് റിപ്പോർട്ട് കൈമാറും. ചികിത്സ വൈകിയതിനെ തുടർന്നാണ് നെയ്യാറ്റിൻകര സ്വദേശി രാജേഷ് കുമാർ മരിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ആശുപത്രി സൂപ്രണ്ടിനോട് അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം മരിച്ച രാജേഷ് കുമാറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആഷിൻ ഡിയേഗോ ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ആഷിൻ, ചികിത്സ വൈകി എന്നുള്ളതാണ് ആരോപണം. ഇതിൽ ആശുപത്രിയുടെ നിലപാട് എന്തായിരുന്നു? ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ. ശ്രുതി, ഇന്നലെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സയ്ക്ക് എത്തിയതാണ് ഈ നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള രാജേഷ് കുമാർ എന്നുള്ളതാണ്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്കാണ് ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നത്. എത്തിയപ്പോൾ തന്നെ ഈ ബന്ധുക്കൾ അവിടെയുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരനോട് നെഞ്ചുവേദനയാണ് കടത്തിവിടണമെന്ന് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇയാൾ ക്യൂവിൽ നിൽക്കാൻ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. തുടർന്ന് അരമണിക്കൂറോളം ക്യൂവിൽ നിന്ന ശേഷം രാജേഷ് കുമാർ കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. പിന്നീട് അവിടെ വലിയ തരത്തിൽ ഈ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധം ഉയർന്നു. കാരണം ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ വൈകിപ്പിച്ചതിനെ തുടർന്നാണ് രാജേഷ് കുമാറിന്റെ മരണം എന്നാരോപിച്ച് വലിയ തരത്തിൽ ഈ ആശുപത്രിക്ക് മുന്നിൽ പ്രശ്നങ്ങളുണ്ടായത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സംഭവത്തിലാണ് നിലവിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് ആശുപത്രി സൂപ്രണ്ടിനോട് ഒരു അടിയന്തരമായി പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ CCTV അടക്കം പരിശോധിച്ച ശേഷം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് സൂപ്രണ്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത് പ്രാഥമിക ചികിത്സ നൽകിയിരുന്നുവെന്നും ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായിട്ടില്ല, അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യമാണ് ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നത്. അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും അറിയിക്കുന്നത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ തന്നെ ഈ ആരോപണ വിധേയനായ സെക്യൂരിറ്റി ജീവനക്കാരെ താൽക്കാലികമായി മാറ്റി നിർത്തിയിരുന്നു, സസ്പെൻഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമായിരിക്കും തുടർന്നുള്ള നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മുന്നോടിയായി തന്നെ ഒരു വിശദമായ അന്വേഷണം നടത്തിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഇന്ന് ഈ സൂപ്രണ്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറുക എന്നുള്ളതാണ്. ഇന്നലെ ഈ സംഭവം ഈ ബന്ധുക്കൾ പറയുന്നത് സമയത്തുള്ള CCTV അടക്കം പരിശോധിച്ച് എന്താണ് നടന്നത്, ആ സമയം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റ് ജീവനക്കാരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിലവിലിപ്പോൾ എന്തായാലും ഈ കുടുംബം ഈ ഒരു ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഇവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ നെയ്യാറ്റിൻകര DYSP അടക്കം അവിടേക്ക് എത്തി ഈ കുടുംബവുമായി ചർച്ച നടത്തിയ ശേഷമാണ് അവർ ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുള്ളത്. ഇന്ന് ഈ മൃതദേഹം, രാജേഷ് കുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ഈ ഒരു ആരോപണ വിധേയനായിട്ടുള്ള സെക്യൂരിറ്റിയെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതും ഇനി എന്തൊക്കെ നടപടിയാണ് ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതും അതുപോലെ തന്നെ എന്തൊക്കെ നടപടിയാകും ഈ ആരോഗ്യമന്ത്രി കൈക്കൊള്ളുക എന്നുള്ളതുമാണ് അറിയേണ്ടത്. ശ്രുതി, ശരി. ആഷിൻ ഡിയേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.